റമളാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികൾക്ക് ധാരാളം ആയുസ്സ് നൽകി. 1000-ന് മേലെ വർഷക്കാലം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാം, 600 വർഷങ്ങൾക്ക് മേലെ ജീവിച്ച ആദം നബി അലൈഹിസ്സലാം, അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാർ ധാരാളം വർഷം ജീവിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറയുകയാണ് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അത് 60-ൻ്റെയോ 70-ൻ്റെയോ ഇടയിലുള്ള സമയമാണ്. 1000 വർഷം ജീവിക്കാൻ അവസരമില്ലല്ലോ. ഇന്ന് നാം കാണുന്നില്ലേ 100 വയസ്സുള്ള ആളുകൾ. ആ 100 വയസ്സുള്ള ആളുകൾ തന്നെ അവരുടെ മുഖങ്ങളെല്ലാം ചുളുങ്ങി ആരോഗ്യമില്ലാതെ പ്രയാസമനുഭവിക്കുന്നത് കാണാം. എന്നാൽ മുൻഗാമികൾക്ക് അല്ലാഹു വലിയ ആയുസ്സ് നൽകി. ഇങ്ങനെയാകുമ്പോൾ മുൻഗാമികളും പിൻഗാമികളും എങ്ങനെയാണ് സ്വർഗീയ ലോകത്ത് ഒരേപോലെ ആകുന്നത്? അതുപോലെ തന്നെ ഒരുപാട് തഫ്സീറുകൾ, ചരിത്രങ്ങൾ പറയുന്നത് കാണാം. ശമ്മൂനുൽ അസി എന്ന് പറയുന്ന വലിയ മഹാൻ ബനൂ ഇസ്രായീലിൽ ഒരൊട്ടകത്തിൻ്റെ വാരിയെല്ല് കൊണ്ട് അതാ നിരന്തരമായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മഹാനാണ്. ആ ശമ്മൂനുൽ അസിയെ കുറിച്ച് സ്വഹാബത്തിന്റെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് അതേ നന്മയെ ആഗ്രഹിക്കുന്നവരാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്തിന് അത്ഭുതത്തോടെ സഹാബത്ത് അതേ ആഗ്രഹിച്ചു പോയി. നബിയെ, ഞങ്ങൾക്കത്ര ആയുസ് ലഭിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശമൂനോടുകൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിക്ക? ആ സമയത്തല്ലേ ജിബ്രീൽ വന്നിറക്കി കൊടുത്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബിയെ തങ്ങൾക്കറിയുമോ ലൈലത്തുൽ ഖദർ എന്താണെന്ന്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകളെല്ലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി മഹാന്മാര് പറയാണ്, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗത്തിനടുത്ത് 7-ാം ആകാശത്തിന്റെ അതിർത്തിയിൽ സിദ്റത്തുൽ മുൻതഹ സ്ഥിതി ചെയ്യുന്നത്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അന്തരീക്ഷത്തിന്റെ അതിർത്തിയാണത്. അതിന്റെ 2 സ്വർഗത്തിലും കൊമ്പുകൾ കുർസിയിന് താഴെയുമാണ്. അതിൻ്റെ തണ്ട് സ്വർഗത്തിലും കൊമ്പുകൾ കുർസിയിന് താഴെയുമാണ്. അതിലുള്ള മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അവരതിൽ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനം അതിൻ്റെ മധ്യത്തിലാണ്. ആ മലക്കുകളെ എല്ലാവരും വിളിച്ചിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, യാ മലായിക റഹീൽ ആ സമയം അതേ മലക്കുകളെ വിളിച്ചു പറയുന്നു, ഭൂമി ലോകത്തേക്ക് നമുക്ക് യാത്ര പോകാം. അങ്ങനെ അവർ ഇറങ്ങി വരുന്നതാണ്. സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെ സുജൂദ് ചെയ്യുന്നത്. അവർ ഖിയാമ ചെയ്യുന്നതും ഭൂമി ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഭൂമിയിൽ മുഴുവനായി അവർ സുജൂദ് ചെയ്യുന്നു, നിൽക്കുന്നു. അന്ന് അവർ വന്ന് മുസാഫഹത്ത് ചെയ്യുകയാണ്. അതേ ഒരാളുടെ തൊലികൾക്ക് രോമാഞ്ചം അനുഭവപ്പെടുകയും കൽബ് മയപ്പെടുകയും കണ്ണ് നിറയുകയും ചെയ്യുകയാണ് ജിബ്രീലിന്റെ മുസാഫഹത്ത് ലഭിക്കുമ്പോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ
ഈ മഹനീയമായ സൂറത്ത് ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ മലക്കുകളും ആത്മാക്കളും വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. ഫജർ സാദിക്ക് വെളിവാകുന്നത് വരെ നിന്റെ സമയമുണ്ട്. ആ രാത്രിയിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞാൽ ഒന്നുകൊണ്ട് അല്ലാഹു പാപമോചനം നൽകുകയാണ്. രണ്ടാമത്തേത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. മൂന്നാമത്തത് കൊണ്ട് സ്വർഗപ്രവേശനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത് അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നല്ലേ. ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണെന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 21-ാം രാവിനാണത് ഇന്നലെ കഴിഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞത് എങ്ങനെയാണ്? അതേ നമ്മളെ കേരളക്കരയിൽ 25-ാം രാവിനാകാൻ സാധ്യതയുണ്ട്. കാരണം ഇമാം ഗസാലി റമദാൻ ഒന്ന് വരുന്നത് ഓരോ ആഴ്ചയിൽ ഓരോ ദിവസങ്ങൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച ഒന്ന് വന്നാൽ അവർക്ക് 25-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദർ വരിക. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മലക്കുകൾ വരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം വർഷിക്കുന്ന സമയത്ത് മലക്കുകൾ 4 സ്ഥലങ്ങളിൽ വരൂല, 4 പേരെ മുസാഫഹത്ത് ചെയ്യൂല. അതിലൊന്നാമത്തത് മുദ്മിനുൽ ഖംറാണ്, മദ്യപാനം ശീലമാക്കിയവരാണ്. രണ്ടാമത്തത് ആഖുൽ വാലിദൈനിയാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ്. റമളാൻ കടന്നു വന്നപ്പോ സ്വന്തം ഉമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ മക്കളൊന്ന് എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ, ആ റമളാന്റെ വിഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ, ഒരു 100 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഉമ്മമാരില്ലേ. ആ ഉമ്മയെ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്, ആ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്, വിട പറഞ്ഞ വാപ്പയുടെ കബറിൽ ചെല്ലാത്ത മക്കളുണ്ട്. അല്ലാ അല്ലാ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാതെ, അവരാണല്ലോ നിങ്ങൾക്ക് ജീവിതം നൽകിയത്, നിങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകിയത്, നിങ്ങൾക്കെല്ലാം നൽകിയത്. അവരെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ദുനിയാവിൽ എത്ര നീ ഇബാദത്ത് ചെയ്താലും, എത്ര നീ നിസ്കരിച്ചാലും, എത്ര നീ സ്വതക്ക കൊടുത്താലും അതിനൊരു പ്രതിഫലമില്ല. മൂന്നാമത് മഹാന്മാര് പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവൻ, ആ കുടുംബബന്ധം മുറിച്ചവനക്ക് ലൈലത്തുൽ ഖദറില്ല. നാലാമത്തത് മനസ്സിൻ്റെ അകത്തളങ്ങളിൽ മറ്റുള്ളവരോട് ശത്രുത പുലർത്തിയവൻ ആരാണോ സമ്പത്തിൻ്റെ പേരിൽ, അഭിമാനത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ വീടുണ്ടായതിൻ്റെ പേരിൽ, അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ പേരിൽ, മക്കളുണ്ടായതിൻ്റെ പേരിൽ, സാമ്പത്തികമുണ്ടായതിൻ്റെ പേരിൽ അസൂയ വെക്കുന്നവർ, ദേഷ്യം വെക്കുന്നവർ, വെറുപ്പ് വെക്കുന്നവരുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരാളോടും വെറുപ്പില്ലാത്ത ഖൽബ് പാകപ്പെടുത്തിയെടുക്കാനാണ് ഈ മഹനീയമായ രാത്രികൾ നൽകുന്നത്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ സജീവമാക്കണം. മഗ്രിബ് ഇശാഇന്റെ ജമാഅത്തുകൾ ഒഴിവാക്കരുത്. മഗ്രിബ് മുതൽ തുടങ്ങുന്നു ലൈലത്തുൽ ഖദർ. രാത്രി സമയത്ത് സദഖ കൊടുക്കണേ. ഖുർആൻ തബാറക സൂറത്ത് പോലുള്ള സൂറത്തുകൾ ഓതണേ. ഹദ്ദാദ് റതീബ് ചൊല്ലണേ. തറാവീഹ് ഒഴിവാക്കല്ല. ഒരു രാത്രിയെങ്കിലും തസ്ബീഹ് നിസ്കാരം ഒഴിവാക്കല്ല. നല്ല ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം. അങ്ങനെ ധന്യമാക്കാൻ ശ്രമിക്കണം. ഇത്തികാഫിരിക്കാൻ ശ്രമിക്കണം. പള്ളിയിൽ കിടന്നുറങ്ങിയാൽ എത്രയും നല്ലതാണ്. നന്മകൾ വർഷിപ്പിക്കണം, തിന്മകൾ മായ്ച്ചു കളയണം. 1000 വർഷത്തെ 1000 മാസത്തെ പ്രതിഫലം അല്ലാഹു നൽകുമ്പോ ഒരാൾ തെറ്റ് ചെയ്താൽ 1000 മാസത്തെ തെറ്റിന്റെ ശിക്ഷയും ലഭിക്കുമെന്ന് ചില പണ്ഡിതന്മാർ പറയുകയാണ്. കാരണം അവൻ ലൈലത്തുൽ ഖദറിനെ മനസ്സിലാക്കിയവനാണ്. ആ ലൈലത്തുൽ ഖദറിനെ പരിഗണിക്കാതെ തെറ്റ് ചെയ്ത് കവലയിലൂടെ, അങ്ങാടിയിലൂടെ കള്ളും കുടിച്ച്, വെണ്ണും പിടിച്ച്, വൃത്തികേട് കാണിച്ച്, റീൽസ് കണ്ട്, സിനിമ കണ്ട് സമയം കൊല്ലുന്ന മുഅ്മിനേ,
മലക്കുകളുടെ സാന്നിധ്യമുള്ള ഈ രാത്രികളിൽ നിന്റെ കളി നിർത്തിക്കോ. നീ വൃത്തികേട് കാണിക്കണ്ട, കളിയിൽ ഏർപ്പെടണ്ട. വലിയ അദാബ് നിന്നെ കാത്തിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് സൂക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദർ വരുമ്പോ നല്ല അവസ്ഥയായിരിക്കും. തണുപ്പില്ല, അധികം ചൂടില്ല, അന്തരീക്ഷം നിശ്ചലമാണ്. കഴുതയുടെ നായയുടെ ശബ്ദങ്ങളില്ല, ശബ്ദകോലാഹലങ്ങളില്ലാത്തൊരു തെളിഞ്ഞ അന്തരീക്ഷം രാത്രിയായില്ലേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കടലിലെ വെള്ളത്തിനൊപ്പില്ല. അതുപോലെ പകൽ സമയത്ത് മങ്ങിയ രൂപത്തിൽ വെയിൽ കാണാം, വെളിച്ചം കാണാം, സൂര്യൻ പോഞ്ചരിക്കുന്നില്ല. ഇങ്ങനെ അതാ ലക്ഷണങ്ങൾ മഹത്തുക്കൾ പറഞ്ഞല്ലോ. ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കൾ ലൈലത്തുൽ ഖദറിന്റെ ഒരു നിസ്കാരം പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, തറാവിയൊക്കെ കഴിഞ്ഞാൽ 2 റക്അത്ത് ലൈലത്തുൽ ഖദറിന്റെ നിസ്കാരം, അത് നിസ്കരിക്കണം. അത് മഹത്തുക്കൾ ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. അത് നിസ്കാരം ലൈലത്തുൽ ഖദറിന്റെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു നെയ്യത്ത് വെച്ച് നിസ്കാരത്തിൽ നിൽക്കുന്നത് പോലെ നിന്ന് അതേ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് 7 പ്രാവശ്യം, അങ്ങനെ റുക്കൂ സുജൂദൊക്കെ ചെയ്ത് 2ാമത്തെ റക്അത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് 7 പ്രാവശ്യം ഓതിയിട്ട് സലാം വീട്ടുന്ന 2 റക്അത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന ഇരിപ്പിൽ തന്നെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് തസ്ബീഹ് എടുത്ത് 70 പ്രാവശ്യം ചൊല്ലിയിട്ട് അതേ അവൻ ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ നിസ്കരിച്ചവൻ്റെയും മാതാപിതാക്കളുടെയും പാപങ്ങൾ പൊറുക്കുകയാണ്. ഖബറിൽ സന്തോഷമുണ്ടാവുകയാണ്. വലിയ ബറക്കത്ത് അല്ലാഹു നൽകുകയാണ്. ആ നിസ്കാരം നമ്മൾ ഒഴിവാക്കിക്കൂടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വരുന്ന ആളുകളിൽ പ്രിയപ്പെട്ടവരെ തസ്ബീഹ് നിസ്കാരമുണ്ടല്ലോ, അതേ 300 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 300 പ്രാവശ്യം ചൊല്ലി തീർക്കുന്ന നിസ്കാരമാണ്. ആ നിസ്കാരം ഒഴിവാക്കി കൂടെ ഒറ്റ രാത്രിയിലെങ്കിലും നാം നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ലൈലത്തുൽ ഖദറിനെ ശ്രദ്ധിച്ച് മുത്തുനബി വശദ്ദൽ മിഅ്സറാ, അവർ തരമുണ്ട് മുറുക്കി കൊടുത്ത് പള്ളിയിൽ നിന്നിറങ്ങാതെ ഇത്തിക്കാഫിരുന്ന് ഖുർആൻ ഓതുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വൈകലാഹു ലഹു, മുത്തുനബി പള്ളിയിലേക്ക് പോകുമ്പോ അഹ്ലുകാരാകുന്ന ഞങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ഇങ്ങനെ നമ്മളും നമ്മളെ മക്കളെയും കുടുംബാംഗങ്ങളെയും വീടിൻ്റെ അകത്തളങ്ങളില്ലതേ തറാവീ കഴിഞ്ഞു വന്നാലും വാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം മക്കളോടൊപ്പം ഇരുന്ന് കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടെ? അത്താഴത്തിനൊന്ന് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? ഒന്ന് ദുആ ചെയ്തുകൂടെ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി എത്ര റമദാനിൽ നമുക്ക് കൂടാൻ പറ്റുമെന്നറിയില്ല. ഓ മുഅ്മിനീങ്ങളെ, റമദാന് കൂടുതൽ കിട്ടുന്നത് വലിയ പുണ്യമാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ പരിശുദ്ധ റമദാനിന്റെ 1 വർഷം കൂടുതൽ കിട്ടിയാൽ അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാൽ 2 പേരെയും മുത്തുനബിക്ക് കാണിക്കുകയാണ്. ആദ്യം സ്വർഗത്തിൽ കടന്നത് ഷഹീദായാളല്ല, റമദാന് കൂടുതൽ കിട്ടിയ ആളാണ്. ഇവിടെ നോക്കൂ റമദാനിന്റെ പവർ. അതുകൊണ്ട് ബഹുമാനിച്ച് ആദരിച്ച് ഷോപ്പിങ്ങിന്റെ പത്താക്കാതെ നരകമോചനത്തിന്റെ പത്താണ് ചോദിച്ച് അല്ലാഹുവിനോട് വാങ്ങേണ്ടതൊക്കെ വാങ്ങി റമദാൻ അനുകൂലമാക്കി. എല്ലാവരോടും കാരുണ്യമുള്ള പ്രവർത്തനം, എല്ലാവർക്കും മാഫ് ചെയ്യുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവർത്തനം, നരകമാകുന്ന ലോകത്തേക്ക് പോകാതെ സ്വർഗീയ ലോകത്തേക്കുള്ള ആഗമനമാണ് ആഗ്രഹിക്കേണ്ടത്.
അങ്ങനെ ജീവിതത്തിലുടനീളം നല്ല ജീവിതം നയിച്ച മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമ ഉൾക്കൊണ്ട് അതേ സ്വഭാവ രീതിയിൽ ജീവിച്ച് പരിശുദ്ധ റമദാൻ അനുകൂലമാക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനെ, പാവങ്ങളാണ്, സാധുക്കളാണ്, റമദാന്റെ സർവ്വനന്മകളും സ്വീകരിക്കണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരു 100 രൂപയെങ്കിലും സദഖ ചെയ്യാൻ, ഒരാളെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ.